ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും വൈക്കത്ത് 2 സോളാർ ബോട്ടുകൾ സർവീസ് ആരംഭിച്ചിട്ടില്ല. പലതവണ നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും ബോട്ടുകൾ വിശ്രമത്തിൽ തന്നെയാണ്. നിസ്സാരമായ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് ഈ ബോട്ടുകൾ സർവീസ് നടത്താത്തതെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്നു തുടങ്ങും ബോട്ട് സർവീസ്? 2017 ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ വൈക്കത്ത് സർവീസ് തുടങ്ങിയത്. ഇത് വിജയകരമായതോടെയാണ് പുതിയ 3 ആദിത്യ സോളാർ ബോട്ടുകൾ കൂടി അനുവദിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 20 ബോട്ടുകളുടെ ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ടെത്തി നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നേ വരെ സർവീസുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സോളാർ ബോട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനമായി അവശേഷിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. സർവീസ് നടത്തുന്ന റൂട്ടിന്റെ സർവേ റിപ്പോർട്ട് ജലഗതാഗത വകുപ്പിൽ നിന്ന് ലഭിക്കാത്തതാണ് തിരിച്ചടിയായതെന്നാണ് വിവരം. ഒപ്പം ജെട്ടിയിൽ സൗകര്യങ്ങളില്ലാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ 3 ബോട്ടുകളും പ്രവർത്തനക്ഷമമാക്കുന്നതിന് എന്താണ് അതിന്റെ അപാകതകളെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. വൈക്കം തവണക്കടവ് റൂട്ടിൽ നിലവിൽ 2 ഡീസൽ ബോട്ടും 2 സോളാർ ബോട്ടും മാത്രമാണ് സർവീസ് നടത്തുന്നത്. സോളാർ ബോട്ടുകൾക്ക് അന്തരീക്ഷ ശബ്ദ മലിനീകരണമില്ലാതെ സർവീസ് നടത്താനാകുമെന്നതാണ് പ്രത്യേകത. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ധനച്ചെലവും ഇല്ല. എത്രയും വേഗം ബാക്കിയുള്ള 2 ബോട്ടുകൾ കൂടി സർവീസ് നടത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും പ്രതിദിനം 5000-ലധികം ആളുകൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഈ 2 ബോട്ടുകൾ കൂടി വരുന്നത് വലിയ ആശ്വാസമാകും. അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.